സൈലൻസർ സർവീസ് ചെയ്ത് മാറ്റുന്ന വിധം. നമസ്കാരം. ഒരു മോട്ടോർ ബൈക്കിലെ സൈലൻസർ സർവീസ് ചെയ്ത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. എഞ്ചിനിൽ നിന്നും വരുന്ന ശബ്ദം കുറയ്ക്കാൻ ആയിട്ടാണ് സൈലൻസർ ഉപയോഗിക്കുന്നത്. സൈലൻസർ കേടുവന്നാൽ എഞ്ചിനിൽ നിന്നും വലിയ ശബ്ദം വരും. അങ്ങനെയാണെങ്കിൽ സൈലൻസർ മാറ്റി വേറെ പുതിയത് ഇടണം. പൊടി, വളവുകൾ, വിള്ളലുകൾ എന്നിവ ഉണ്ടാകുന്നതുകൊണ്ട് സൈലൻസർ ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ സെഷനിൽ സൈലൻസർ സർവീസ് ചെയ്ത് മാറ്റിയിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ഉപകരണങ്ങളും സാധനങ്ങളും: സോക്കറ്റ്, റാച്ചറ്റ്, ഓപ്പൺ എൻഡ് സ്പാനർ, അഡ്ജസ്റ്റബിൾ പ്ലെയർ, ഫ്ലാറ്റ് സ്ക്രൂഡ്രൈവർ വലുത്, ചെറിയ പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്കുള്ള പാനും പഴന്തുണിയും, സ്റ്റീലോ ബ്രാസോ നൈലോണോ നാരുകളുള്ള തുരുമ്പ് മാറ്റാനുള്ള ബ്രഷ്, യന്ത്രഭാഗങ്ങൾ കൂടിച്ചേരുന്നിടം തുടയ്ക്കാനുള്ള വലിയ ഒരു പഴന്തുണി, കുറച്ച് ഓയിൽ എന്നിവയാണ്. ഇപ്പോൾ നമുക്ക് ഒരു മോട്ടോർ ബൈക്കിലെ സൈലൻസർ സർവീസ് ചെയ്ത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യം സൈലൻസറിൽ നിന്നും ഉള്ള എക്സോസ്റ്റ് പരിശോധിച്ച് ലീക്കുണ്ടോ തുരുമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റണം. എന്നിട്ട് സൈലൻസർ ഫ്രെയിം മൗണ്ടിങ്ങിലെ ഫ്ലാഞ്ചുകൾ പരിശോധിച്ച് പൊട്ടലോ ലൂസ് ബോൾട്ടുകളോ മറ്റോ ഉണ്ടോ എന്ന് നോക്കണം. സിലിണ്ടർ ഹെഡ് മൗണ്ടിംഗ് ഫ്ലാഞ്ച് ലൂസ് അല്ലെന്നും ഉറപ്പിക്കണം. എല്ലാം ശരിയായാണുള്ളതെങ്കിൽ കറക്റ്റ് സൈസിലുള്ള സോക്കറ്റ് അല്ലെങ്കിൽ റാച്ചറ്റ് ഉപയോഗിച്ച് സിലിണ്ടർ മൗണ്ടിങ്ങിലുള്ള ബോൾട്ടുകളും നട്ടുകളും അഴിക്കണം. അടുത്തതായി സോക്കറ്റ് അല്ലെങ്കിൽ റാച്ചറ്റ് ഉപയോഗിച്ച് സൈലൻസർ മൗണ്ടിംഗ് ഫ്ലാഞ്ച് ബോൾട്ടുകൾ അഴിക്കണം. ഇപ്പോൾ ഹെഡർ പൈപ്പും സൈലൻസർ അസംബ്ലിയും ലൂസായി കണക്ട് ചെയ്തിരിക്കണം. ലൂസായ ബോൾട്ടുകളും നട്ടുകളും അഴിക്കണം. ഇവ പാർട്സ് ട്രേയിൽ വെക്കണം. ഇപ്പോൾ സൈലൻസറും ഹെഡർ പൈപ്പ് അസംബ്ലിയും പതുക്കെ ഉയർത്തിയെടുത്തിട്ട് മോട്ടോർ സൈക്കിളിന് അല്പം അകലെയായി നിലത്ത് വെക്കണം. ഹീറ്റ് ഡിഫ്യൂസറും എക്സോസ്റ്റ് ഗ്യാസ്കറ്റും ലൂസ് ആണെങ്കിൽ അവയും പാർട്സ് ട്രേയിൽ വെക്കണം. ഇവ പൈപ്പിനോടും എഞ്ചിനോടും ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ മാറ്റേണ്ട ആവശ്യം ഇല്ല. ചിലവയിൽ ഹെഡർ പൈപ്പുമായി ക്ലാമ്പ് ചെയ്തിരിക്കും, മറ്റു ചിലതിൽ വെൽഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും ഭാഗങ്ങൾ താരതമ്യേന ഒരേപോലെ ആയതുകൊണ്ട് എക്സോസ്റ്റ് സിസ്റ്റം പരിശോധിച്ച് ആവശ്യമുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അടുത്തതായി ചെറിയ ബ്രഷ് കൊണ്ട് സൈലൻസറിലും ഹെഡർ പൈപ്പിലുമുള്ള തുരുമ്പ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഈ അസംബ്ലി നല്ലവണ്ണം തുടയ്ക്കണം. എക്സോസ്റ്റ് അസംബ്ലി പരിശോധിച്ച് വിള്ളലുകൾ, ചെറിയ ദ്വാരങ്ങൾ, സൈലൻസർ ഇവയിൽ ഒട്ടും തുരുമ്പ് ഇല്ല എന്ന് ഉറപ്പാക്കണം. സൈലൻസറും ഹെഡർ പൈപ്പ് അസംബ്ലിയും വീണ്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടി പതുക്കെ ഉയർത്തിയെടുത്ത് വയ്ക്കുക. ഹീറ്റ് ഡിഫ്യൂസർ, ഗ്യാസ്കറ്റ് എന്നിവ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂസർ പൈപ്പിന് അറ്റത്തേക്ക് കൈകൊണ്ട് സ്ലൈഡ് ചെയ്യണം. ഗ്യാസ്കറ്റ് എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കും വെക്കണം. ഇവ വയ്ക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന അതേ ദിശയിൽ തന്നെ വേണം വയ്ക്കാൻ. അടുത്തതായി സിലിണ്ടർ ഹെഡ് ബോൾട്ടുകൾ കൈകൊണ്ട് തിരിച്ച് മുറുക്കുക. ഇതേപോലെ സൈലൻസർ ഫ്ലാഞ്ച് ബോൾട്ടുകളും മുറുക്കുക. ഹെഡ് ബോൾട്ട് ഏരിയ പരിശോധിച്ച് ഹെഡർ പൈപ്പ് നേരെ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ ബോൾട്ടുകൾ ലൂസാക്കിയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഉറപ്പിക്കണം.
സോക്കറ്റ് അല്ലെങ്കിൽ റാച്ചറ്റ് കൊണ്ട് ഹെഡ്സീറ്റിൽ നിന്നും തുടങ്ങി എല്ലാ ബോൾട്ടുകളും മുറുക്കുക. സൈലൻസർ അസംബ്ലിയിലേക്ക് തള്ളിയോ അതിൽ നിന്നും വലിച്ചോ ബോൾട്ടുകൾ നല്ലവണ്ണം മുറുകി എന്ന് ഉറപ്പാക്കണം. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എക്സോസ്റ്റ് സിസ്റ്റം പരിശോധിച്ച് ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോഴൊക്കെ കനം കുറഞ്ഞ നീളമുള്ള ഒരു ടിഷ്യൂ പേപ്പർ എക്സോസ്റ്റിന് മുൻപിൽ അതിൽ തൊടാതെ അനക്കി കാണിച്ചാൽ ചെറിയ ഗ്യാസ് ലീക്കുകൾ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നാം ഒരു മോട്ടോർ ബൈക്കിലെ സൈലൻസർ, സർവീസ്, റിപ്പയർ എന്നിവ ചെയ്ത് തീർത്തു. ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. ഓരോ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളും മോഡലുകളിലും ഷേപ്പിലും അറ്റാച്ച്മെൻറ്റിലും അല്പസ്വല്പം വ്യത്യാസമുള്ള എക്സോസ്റ്റ് സിസ്റ്റങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സിലിണ്ടർ ഉള്ള വാഹനങ്ങളിൽ കൂടുതൽ സൈലൻസറുകൾ ഉണ്ടാവും. ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു. ഈ സെഷനിൽ നാം താഴെ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു. സൈലൻസർ മാറ്റിയെടുക്കുക, എക്സോസ്റ്റ് സിസ്റ്റം പരിശോധിക്കുക, എക്സോസ്റ്റ് സിസ്റ്റം വൃത്തിയാക്കുക, സൈലൻസർ ഫിറ്റ് ചെയ്യുക. നന്ദി.